അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളൊരു എക്സാം ഓറിയന്റേഷൻ സെഷൻസ് ആണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഓക്കെ, ഇന്നും നാളെയോ ആയിട്ട് 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് സെഷൻസ് നടത്താം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മെയിൻലി 5 ഇയർ ആൻഡ് 3 ഇയറിനും കൂടി ഒരുപോലെ ഉപകാരപ്പെടുന്ന ടോപ്പിക്സ് ആണ്. നാളെ കുറച്ചുകൂടെ 3 ഇയറിന്റെ മാത്രം സബ്ജക്റ്റുകൾ, അതർ ലോ സബ്ജക്റ്റുകൾ. 5 ഇയറിന് എല്ലാ ലോ പേപ്പേഴ്സും ഇല്ലല്ലോ. 5 ഇയറിന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി 2 ലോ പേപ്പർ അല്ലേ ഉള്ളൂ. ടോർട്ട് ആൻഡ് കോൺട്രാക്ട് അല്ലേ 5 ഇയറിന്? ഞാനിവിടെ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, ഒപ്പം MG യൂണിവേഴ്സിറ്റി, 3 യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സബ്ജക്റ്റുകൾ അറിയില്ല. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ഇയർ ടോർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് 5 ഇയറിന്? ടോർട്ടും കോൺട്രാക്റ്റും എന്തുമല്ലേ? 5 ഇയറിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതെ സർ. അതെ, 5 ഇയറിന് ടോർട്ടും കോൺട്രാക്റ്റും ആണ്. 3 ഇയർ എന്ന് പറയുമ്പോൾ 3 ഇയറിന് ക്രിമിനൽ ലോ പേപ്പർ 1 ഉണ്ടാകും, ടോർട്ട് ഉണ്ടാവും, കോൺട്രാക്ട് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ 1 ഉണ്ടാകും, ലീഗൽ ലാംഗ്വേജ് ഉണ്ടാകും, ഒപ്പം ഫാമിലി ലോ ആണ്. ഇത്ര പേപ്പേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ പറയൂട്ടോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാം ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു പേടിയും കാര്യങ്ങളുണ്ട്. എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എക്സാംസ് എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടും. ഓൾമോസ്റ്റ് ഇപ്പൊ ബാക്കിയുള്ള വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ വർഷം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ തന്നെ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ബേസിക്കലി എന്നെ ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കമർ PH എന്നാണ്. ഞാനൊരു 2-2.5 വർഷമായിട്ട് ലോ ഫീൽഡിൽ ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. 3 യൂണിവേഴ്സിറ്റിയിലും ലോ പേപ്പേഴ്സിന് തുടക്കം മുതൽ എൻറ്റയർ സിലബസ്, ഓരോ യൂണിവേഴ്സിറ്റിയിലെയും സിലബസ് മുഴുവനായി കവർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, 2 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിനെ പഠിപ്പിച്ചതായിരുന്നു. നിങ്ങളുടെ സീനിയേഴ്സിന് എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ഏപ്രിൽ ടൈമൊക്കെ ആയപ്പോൾ അവർക്ക് എക്സാം ആയിട്ടുണ്ടായിരുന്നു. ഏപ്രിലോ മെയ്യോ ടൈം ആയപ്പോഴേക്കും അവർക്ക് എക്സാം തുടങ്ങിയായിരുന്നു. അപ്പോൾ ഏപ്രിൽ എന്താണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തത്, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വൈകിയാണ് നടക്കാൻ പോകുന്നത് എക്സാം. വൈകി എന്ന് പറയുമ്പോൾ ഒരുപാട് ലാഗില്ല. ഓൾമോസ്റ്റ് ജൂൺ സ്റ്റാർട്ടിങ് തന്നെ പ്രതീക്ഷിക്കാം. ഓൾറെഡി ഫീ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഫീസൊക്കെ അടച്ചല്ലോ നിങ്ങൾ? ഫീ അടച്ചില്ലേ? ഫീ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ? ഫീ അടച്ചില്ല എല്ലാവരും? അതെ, ഫീ ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഓൾമോസ്റ്റ് എക്സാം ഉടനെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻ ടൈം ടേബിൾ വരും. ഓൾമോസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം അത്ര അധികം ഇല്ല. ഇപ്പോൾ ഏപ്രിൽ തീരാനായി. ടെൻഷൻ ആവണ്ട, നമുക്ക് അതല്ലേ നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ടെന്നല്ലേ. സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മൾ ലോയേഴ്സ്. നമ്മൾ LLB പഠിക്കുന്ന ലോ സ്റ്റുഡൻസും ലോ പഠിക്കുന്ന ആളുകളും. ബാക്കിയുള്ളവരുടെ ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങളും വരുമ്പോൾ പരിഹരിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ നമുക്ക് തന്നെ പ്രശ്നം വരുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ ആയിട്ടുള്ള ഇതൊന്നും അല്ല. ഓക്കെ, ആ ഒരു മെത്തേഡിലോട്ട് നമ്മൾ എത്തുക എന്നത് മാത്രമേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ലോ പേപ്പേഴ്സ്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് LLB. അപ്പോൾ MBBS ഒക്കെ പോലെ അത്ര അധികം പ്രൊഫഷണൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ഒക്കെ ഉണ്ടെങ്കിലും സംഭവം LLB പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ടഫ് ഒന്നും ഇല്ല. ലോ പേപ്പേഴ്സ് നിങ്ങളിപ്പോ സ്റ്റാർട്ടിങ്ങിൻ്റെതായ നിങ്ങൾക്ക് ഒരു പാടുണ്ടാകും. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന ആൾക്ക് കാറിന്റെ ക്ലച്ചും ഗിയർ ഇട്ട് ക്ലച്ച് പൊക്കി ആക്സിലേറ്റർ ചവിട്ടാൻ നേരത്ത് വണ്ടി ഓഫ് ആയി പോകും. അത് ആദ്യം ഓടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു വർഷം ഓടിച്ചതിന് ശേഷം നിങ്ങൾ ആ ബുദ്ധിമുട്ട് പറയോ? നിങ്ങളെ പുതുതായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പറയും കാർ ഓടിക്കാൻ സിമ്പിൾ ആണ്. ഇതേപോലെയുള്ളൂ ലോ പേപ്പേഴ്സ്. ആദ്യം കയറി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകും. അത് ഈ പറയുന്ന എനിക്കും ഉണ്ടായിരുന്നു. ഈ പറയപ്പെടുന്ന നിങ്ങളിൽ എല്ലാവർക്കും ആ ലോ പേപ്പേഴ്സിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കുറച്ച് നാളുകൾ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബാക്കി നിങ്ങളുടെ കഴിവും നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളുടെ എഫേർട്ടൊക്കെ വെച്ചിട്ട് അത് കുറഞ്ഞു വരും. പിന്നെ നല്ല എളുപ്പം ആയി മാറും. നിങ്ങൾക്ക് ലോ പേപ്പേഴ്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ് ലോ പേപ്പേഴ്സ്. അപ്പൊ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് വരാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്സാം വിളിക്കാനായിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ എക്സാം ഓറിയന്റേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒപ്പം നമ്മുടെ ട്യൂഷൻ സ്ഥാപനത്തിനെ പറ്റി അറിയിച്ചും കൊടുക്കാറുണ്ട്. ഇതിന് ശേഷം ഞാൻ ഡീറ്റെയിൽസ് ഗ്രൂപ്പിന്റെ അകത്ത് ഇടുന്നുണ്ട്. നമ്മുടെ ട്യൂഷൻ സ്ഥാപനം ഏതാണ്,
ഓൾമോസ്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ റീസെന്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. ലീഗൽ ലാംഗ്വേജിന്റെ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലീഗൽ ലാംഗ്വേജ് പഠിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ലീഗൽ ലാംഗ്വേജിൽ സോഴ്സസ് ഓഫ് ലോ, സ്റ്റാറ്റ്യൂട്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ക്ലാസ്സിന്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോ പേപ്പേഴ്സിനെ പറ്റി പറയാനുള്ളത്. ബേസിക്കലി പരിചയപ്പെടുത്തി. ഞാൻ ഒരു ട്യൂഷൻ സ്ഥാപനം നടത്തി വരുന്നുണ്ട് 2 ഇയർ ആയിട്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി നിലയിൽ റാങ്ക് വാങ്ങിച്ച ആളുകളുണ്ട്. നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാ പേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് റാങ്ക് വാങ്ങിച്ചത്, എത്ര റാങ്ക് ഒക്കെയാണ്, ഒരുപാട് പാസിംഗ് പെർസെൻറ്റേജ് എത്രയാണ്. ഏകദേശം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 54 കുട്ടികളിൽ 49 കുട്ടികളോളം നമ്മളിൽ നിന്ന് പാസ്സായ ആളുകളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലും, എന്നാൽ 5 പേര് തോറ്റിട്ടുമുണ്ട്. അപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. തോറ്റവരും ജയിച്ചവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടേതായ ശ്രമവും എല്ലാ കാര്യങ്ങളും വേണം. ഓക്കെ, ട്യൂഷൻ്റെതായ കാര്യങ്ങൾ അത് ഞാൻ തുടക്കമേ പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സെഷനിലോട്ട് വരാം. ഒരു ലോ പേപ്പർ പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ടോർട്ട് എടുത്തെന്ന് വിചാരിച്ചു. ടോർട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്? ടോർട്ട്, ലോ ഓഫ് ടോർട്ട്സ് എടുക്കലാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എടുക്കണം. നിങ്ങളുടെ ആരുടെ കയ്യിലുണ്ട് സിലബസ്? നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ സിലബസ് ഉള്ള ഒരാൾ എനിക്കൊന്ന് പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒന്ന് സിലബസ് ഷെയർ ചെയ്യാമോ? സിലബസ് നിങ്ങൾ എടുക്കണം. സിലബസ് എടുത്തിട്ട് ആ സിലബസിന്റെ അകത്ത് മൊഡ്യൂൾ വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് എടുക്കുക. നിങ്ങൾ ടോർട്ടില് ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ എന്നൊരു കേസ് നിങ്ങൾ പഠിച്ചു കാണും. ഇഞ്ചൂറിയ സൈനി ഡാംനം, ഡാംനം സൈനി ഇഞ്ചൂറിയ. അത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറഞ്ഞ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആഷ്ബി വേഴ്സസ് വൈറ്റ്, അതേപോലെ ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഗ്ലൗസെസ്റ്റർ ഗ്രാമർ സ്കൂളിന്റെ കേസ്, മുഗൾ സ്ട്രീംഷിപ്പ് കമ്പനിയുടെ കേസ്. ഇവിടെ എല്ലായിടത്തും പറയുന്നത് ഇഞ്ചൂറിയ സൈനി ഡാംനത്തെ പറ്റിയും ഡാംനോ സൈനി ഇഞ്ചൂറിയെ പറ്റിയുമാണ്. അപ്പൊ ഇഞ്ചുറി സൈനി ഡാംനോ എന്താണ്, ഡാംനോ സൈനി ഇഞ്ചുറി എന്താണ്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ഉൾപ്പെടെ. നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് വേണമെങ്കിൽ കേട്ട് നോക്കാം. നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് ഞാനത് ഇവിടെ പറയണോ അതോ യൂട്യൂബ് ക്ലാസ് നിങ്ങൾ കേട്ടോളോ? ആ ഒരു ക്ലാസ് എങ്ങനെയാണ്, ട്യൂഷനെ പറ്റി അറിയാനോ, നിങ്ങൾക്ക് ഇൻ കേസ് പഠിക്കാൻ ട്യൂഷന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കണ്ടന്റ് എളുപ്പത്തിൽ മനസ്സിലാക്കണം. എങ്ങനെയുണ്ട് ക്ലാസ് എന്ന് നോക്കാൻ ഞാൻ ഇവിടെ ഇപ്പൊ എടുക്കണോ അതോ യൂട്യൂബ് ക്ലാസിന്റെ ലിങ്ക് അയച്ചു തന്നാൽ മതിയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇവിടെ എടുക്കണമെങ്കിൽ ഇവിടെ പറയാം, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സിന്റെ ലിങ്ക് ആണെങ്കിലും അയച്ചുതരാം. നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ബാക്കിയുള്ള മാറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒപ്പീനിയൻസ് പറയാവോ? പിന്നീട് അയച്ചു തന്നാൽ മതിയോ അതോ ഇപ്പൊ ഡിസ്കസ് ചെയ്യണോ? എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടാണോ? ഓ ലിങ്ക് അയച്ചു തന്നാ മതി ബ്രോ, ലിങ്ക് അയച്ചു തന്നാ മതി. ഓക്കെ, ലിങ്ക് അയച്ചുതരാം. ഓക്കെ, ഗ്രൂപ്പിന്റെ അകത്ത് ലിങ്ക് അയച്ചുതരാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ട് നോക്കാം, ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊക്കെ. ഓക്കെ ലിങ്ക് അയക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പൊ ഇഞ്ചൂറിയ സൈനി ഡാംനും ഡാംനോ സൈനി ഇഞ്ചൂറിയ, ഈ ടോപ്പിക്കും നിങ്ങൾ 3 ഇയറിന് ആർട്ടിക്കിൾ 12, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഈ 2 സബ്ജക്റ്റിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേട്ട് നോക്കാം. എം ജി യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ആ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ട് നോക്കാം, ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊക്കെ. അതിനനുസരിച്ച് നമ്മൾ അടുത്ത് തന്നെ ഒരു ട്യൂഷന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു റെഗുലർ ബാച്ച്, റെഗുലർ അല്ല, നമുക്ക് റെഗുലർ ബാച്ച്, എക്സാം ഓറിയന്റഡ് ബാച്ച്, ഇങ്ങനെ 2 രീതിയിലുള്ള ബാച്ചുകളാണ് ഉണ്ടാവുക. റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു സെമസ്റ്ററിന്റെ തുടക്കം മുതലേ ഉണ്ടാവുന്ന ക്ലാസ്സുകളാണ്. എക്സാം ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ എക്സാം സമയമാകുമ്പോൾ എന്നാൽ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളൊന്നുമല്ല, എൻറ്റയർ സിലബസ് പഠിപ്പിക്കും. നമ്മൾ എക്സാം ഓറിയന്റഡ് ആണെങ്കിൽ പോലും പഠിപ്പിക്കുന്നത് എൻറ്റയർ ആണ്, തുടക്കം മുതൽ അവസാനം വരെ. ടോർട്ടില് നിങ്ങൾക്ക് ടോർട്ടിന്റെ മീനിങ്, ഡെഫിനിഷൻ മുതൽ പഠിക്കാനുണ്ടാവും. എവിടം വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോമേഷനും ട്രസ്പാസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വിത്ത് നോട്ട്സ്. നമ്മൾ തന്നെയായിരിക്കും നോട്ടുകൾ തരിക, നമ്മൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, നോട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, ക്ലാസ്സുകൾ എടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ക്ലാസ്സസ് റെക്കോർഡഡ് ആണ്. നിങ്ങൾക്ക് ഇൻ ക്ലേസ് ക്ലാസ് ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് വെച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആകെ മൊത്തം ട്യൂഷനെ പറ്റി പറയാനുണ്ടായിരുന്നത്. അപ്പൊ ടോർട്ടിന്റെ ആ ഒരു സബ്ജക്ട് ഇഞ്ചൂറിയ സൈനി ഡാംനോ, ഡാംനോ സൈനി ഇഞ്ചൂറിയ, അപ്പൊ അതുപോലെയുള്ള ഒരു എസ് എ ടൈപ്പ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും നിങ്ങൾക്ക് ഏതൊക്കെയാണ് എസ് എ ആസ്പെക്റ്റിൽ നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് പ്രോബ്ലം മോഡൽ നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്,
നിങ്ങളിപ്പോ +2 ഇതിനു മുമ്പുള്ള ഡിഗ്രി ഒക്കെ എഴുതി വന്ന് ആദ്യമായിട്ടായിരിക്കും ലോ പേപ്പർ എഴുതാൻ പോകുന്നത്. അപ്പൊ ഈ ലോ പേപ്പർ എഴുതുമ്പോൾ ഇത്ര നാളും സ്വീകരിച്ചിരുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു രീതി ആയിരിക്കണം എന്നില്ല ഇനിയുള്ളത്. ആയിരിക്കണം എന്നില്ല എന്നല്ല, അല്ല, ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സെഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമൊക്കെ ഉണ്ട്. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം. നിങ്ങൾക്കൊരു ഇല്ലസ്ട്രേഷൻ തരും. മിസ്റ്റർ എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിയുടെ അടുക്ക പോയി. ഡി എന്ന വ്യക്തിയുടെ ഒരു ഓഫീസിൽ പോയി. ഓഫീസിൽ പോയപ്പോ എ എന്ന വ്യക്തിയെ ബി എന്ന വ്യക്തി എന്ത് ചെയ്തില്ല? എ എന്ന വ്യക്തിയെ ഓഫീസിന്റെ അകത്തോട്ട് കയറ്റിയില്ല. റീസൺ പറഞ്ഞത്, നീ ഒരു ക്രിസ്ത്യൻ റിലീജിയനിലുള്ള ആളാണ്, അതുകൊണ്ട് നിന്റെ റിലീജിയനിലുള്ള ആളുകളെ ഞാൻ ഈ സർക്കാർ സ്ഥാപനത്തിലോട്ട് കയറ്റൂല. ഇങ്ങനെ ഒരു പ്രൊവിഷൻ തന്നെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അടുത്ത് ഡിസൈഡ് ചെയ്യാൻ പറയും. ഇത് 5 ഇയറിനല്ല 3 ഇയറിന് ഇനി ഉത്തരം പറയാൻ പറ്റും. 3 ഇയർ ഉത്തരം പറയൂ. ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കണ്ടന്റ് മാച്ച് ആവുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഒരാളെ എന്ത് ചെയ്തേക്കുവാണ്? റിലീജിയന്റെ പേര് പറഞ്ഞ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തേക്കുവാണ്. ആർട്ടിക്കിൾ 15 വയലേഷൻ ആണ്, ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. ആ ഡിനൈ ചെയ്തേക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്, അതായത് സർക്കാർ സ്ഥാപനമാണ്. സർക്കാരിന്റെ സ്റ്റേറ്റിനെതിരെ മാത്രമേ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് റിപ്പറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അവിടുത്തെ മാറ്റേഴ്സ്. അപ്പൊ ഇത് ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതി വരാൻ. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും തരിക. പ്രോബ്ലംസ് പല രീതിയിൽ. ഇപ്പോ കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡീഫമേഷന്റെ ഒരു കേസ് ചോദിച്ചു. അതായത് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംസാരം. ഭർത്താവ് എപ്പോഴും ഭാര്യയെ പറ്റി എന്ത് ചെയ്തു? ഭാര്യയുടെ അച്ഛനെ പറ്റി കുറ്റം പറഞ്ഞു. ഭർത്താവ് എപ്പോഴും ഇങ്ങനെ കുറ്റങ്ങൾ ഭാര്യക്ക് കത്തെഴുതും. എന്നിട്ട് എപ്പോഴും പറയും, നിന്റെ അച്ഛൻ ഇങ്ങനെയാണ്, നിന്റെ അച്ഛൻ അങ്ങനെയാണ്, നിന്റെ അച്ഛൻ അത് ചെയ്യാറില്ല, നിന്റെ അച്ഛൻ ഇത് ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞ് എപ്പോഴും കത്തെഴുതാറുണ്ട്. അവസാനം ഈ ഭാര്യ എന്ത് ചെയ്ത്? ഭാര്യ ഈ ലെറ്റേഴ്സ് ഒക്കെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത്. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോ ഈ അച്ഛൻ നമ്മുടെ ഭർത്താവിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തു. കോടതിയിൽ കേസ് വന്നു. കോടതി കേസ് വന്നപ്പോ കോടതി എന്ത് പറഞ്ഞു? ഭർത്താവ് ചെയ്തത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് പഠിക്കുക? ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളടുത്ത് ഡിസൈഡ് ചെയ്യാൻ പറയും. ഇതെങ്ങനെ ചെയ്യും? നിങ്ങൾ ഈ ഒരു കേസ് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിൽ ബി എമൗണ്ട് ടു ഡിഫമേഷൻ ഓർ നോട്ട്. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സംസാരിക്കുന്നത് ഡിഫമേഷനായി കണക്കാക്കാൻ പറ്റുമോ? പഠിച്ചിട്ടുണ്ടോ ഈ ഒരു ടോപ്പിക്? ഉണ്ടാവില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പഠിക്കാൻ ടൈം ആവുന്നേ ഉള്ളൂ. ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉത്തരം അറിയാവോ? ഭാര്യയും ഭർത്താവും ഒരു പേഴ്സണായിട്ട് കണക്കാക്കുക, അപ്പൊ അത് ഡിഫാമേഷൻ കൊടുക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവർ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിഫമേഷനായി കണക്കാക്കാൻ പാടില്ല. ഒരു സുപ്രീം കോടതി കേസ് ഉണ്ട്. അത് TJ പൊന്നൻ വേഴ്സസ് എന്ന് പറഞ്ഞൊരു കേസാണ്. TJ പൊന്നന്റെ കേസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. TJ പൊന്നൻ വേഴ്സസ് വർഗീസ്. അപ്പൊ ആ ഒരു കേസിന്റെ അകത്ത് സുപ്രീം കോടതിയിൽ കേസ് വന്നിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരിക്കുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ പോയി. ആദ്യം ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാര് സംസാരിക്കുന്നതിനെ ഡിഫമേഷനായി കാണാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷെ ആ കേസ് അപ്പീൽ പോയി സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയപ്പോ സുപ്രീം കോടതി പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സംസാരിക്കുന്നതിനെ ഡിഫമേഷനായി കണക്കാക്കേണ്ടതില്ല. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറയുന്നതാണ്, എടാ ഇന്നൊരാള് ഭയങ്കര മോശമാണ്, അയാളെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഞാൻ അയാളെ പറ്റി ഭാര്യന്റെ അടുത്ത് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, അതിനെ ഡിഫമേഷനായി കണക്കാക്കാൻ പറ്റൂല. പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും വേറൊരാളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട്. ഭാര്യ എന്ത് ചെയ്തു? ഭാര്യയുടെ അച്ഛൻ്റെ അടുത്തോ ഭാര്യയുടെ ഫ്രണ്ടിന്റെ അടുത്തോ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ അടുത്തോ സെക്കൻഡ് പേഴ്സണിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഡിഫമേഷനായി കണക്കാക്കപ്പെടും. ഇറ്റ് ഈസ് എമൗണ്ടിങ് ടു ഡിഫമേഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസാണ് അവിടെ എഴുതേണ്ടിയിരുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച് പോകും, ഭാര്യ ഭർത്താക്കന്മാരുടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫമേഷൻ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അത് മറ്റൊരാളിലോട്ട്, അത് തേർഡ് പേഴ്സണിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ വേറൊരാളോട് അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ ആകും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാറ്റർ ആണ് ആ ഒരു പ്രോബ്ലത്തിൽ എഴുതേണ്ടിയിരുന്നത്.
നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ടെൻഷൻ ആവണ്ട. ഇത് നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? ഇതേപോലെ ഓരോരോ കേസുകളും ടോപ്പിക്കുകളും വായിച്ച് വായിച്ച് പഠിച്ചേ ശരിയാവുള്ളൂ ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഒരു മെറ്റീരിയൽ എടുത്ത് വായിക്കുമ്പോൾ, ഇപ്പൊ ഒരു ടോർട്ടിന്റെ മെറ്റീരിയൽ തന്നെ ആദ്യം ഉദാഹരണത്തിന് എടുത്തെന്ന് വിചാരിക്കുക. ടോർട്ടിന്റെ അകത്ത് ടോർട്ട് എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കുക, അതിന്റെ ഡെഫിനേഷൻ പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ടോർട്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടോർട്ട് എന്ന വാക്കിന്റെ അർത്ഥവും അത് ഡിറൈവ് ചെയ്തു വന്നത് എവിടെ നിന്നാണ്, ആ ഒരു വാക്കിന് എത്ര ഡെഫിനിഷൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. എന്നിട്ട് സെക്കൻഡ് പാർട്ട് ടോർട്ടിന്റെ സിലബസ്, ഞാനിപ്പോ മൊത്തം സിലബസ് പറയുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒക്യുപ്പേഴ്സ് ലയബിലിറ്റി ഉണ്ട്, ഡിഫമേഷൻ ഉണ്ട്, ട്രസ്പാസ് ഉണ്ട്. ട്രസ്പാസ് എന്ന പല ക്ലാസിഫിക്കേഷനിലുള്ള ട്രസ്പാസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ റെമഡീസ് അണ്ടർ ടോർട്ട് ഉണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡി ഉണ്ട്, ജുഡീഷ്യൽ റെമഡി ഉണ്ട്, ഡാമേജസ് എന്നാൽ എന്തെന്നുണ്ട്, ഇഞ്ചക്ഷൻസ് എന്നാൽ എന്തെന്നുണ്ട്, പിന്നെ വൈക്കാരിയസ് ലയബിലിറ്റി എന്നാൽ എന്താണെന്നുണ്ട്, ഹോസ്പിറ്റലിന്റെ ലയബിലിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലയബിലിറ്റി, വൈക്കാരിയസ്ലി സ്റ്റേറ്റിനെ ലയബിൾ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ടോപ്പിക് ഉണ്ട്, ജനറൽ ഡിഫൻസുകൾ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഡിഫൻസ്, ആക്ട് ഓഫ് ഗോഡ്, വിസ് മേജർ, പിന്നെ അതേപോലെ തന്നെ ഇനവിറ്റബിൾ ആക്സിഡന്റ്, അങ്ങനെ ഒരുപാട് ഡിഫൻസുകൾ അവിടെ വരുന്നുണ്ട്. പിന്നെ പീജിയൻ ഹോൾ തിയറി എന്നാൽ എന്താണെന്നുണ്ട്, ടോർട്ട് വേഴ്സസ് ക്രൈം തമ്മിലുള്ള ഡിഫറൻസുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് സബ് ടോപ്പിക്കുകളായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മെറ്റീരിയൽസോ ടെക്സ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ വായിച്ച് എഴുതുക. ഇനിയിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ടെക്സ്റ്റ് ഒക്കെ വായിച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ സമയമുണ്ട്. ഒരു മാസം നിങ്ങൾക്ക് സമയമില്ല, വേണമെങ്കിൽ പറ്റും. ബാങ്കിയുടെ ടെക്സ്റ്റ്, ടോർട്ടിന് ബാങ്കിയുടെ ടെക്സ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അധികം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും വിശദീകരണം എഴുതണ്ട. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ഉണ്ടാക്കുക. ബാങ്കിയുടെ ടെസ്റ്റ് വായിച്ചിട്ട് അതങ്ങ് വായിച്ചു പോലല്ല, ഓരോ പാരഗ്രാഫ് വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ നോട്ടിലോട്ട് എഴുതിയെടുക്കുക. അങ്ങനെ അതേപോലെ എഴുതി 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 നിങ്ങളുടെ നോട്ടിലോട്ട് ഫുള്ള് പകർത്തി വെക്കുക. പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് എടുക്കരുത്. പിന്നെ പഠിക്കുമ്പോൾ ആ നോട്ട് നോക്കി പഠിക്കണം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൈമാറി കൈമാറി എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കുന്നതിന് പകരം പിന്നെ അടുത്ത റൗണ്ട്സ് വായിക്കുമ്പോൾ നോട്ട് വായിക്കണം. പിന്നെ അതിൽ നിന്നും വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തൊരു പേപ്പർ എടുത്തിട്ട് അതിന്റെ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കുക. പീജിയൻ ഹോൾ തിയറി പറഞ്ഞത് സാൽമണ്ട് ആണ്. പീജിയൻ ഹോൾ തിയറിയിൽ ഇന്ന കാര്യമാണ്. ഒരു 2 വരിയിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതുക. അതേപോലെ ഒരു 3-4 പേജിൽ മുഴുവൻ കണ്ടന്റും എഴുതി തീർക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു 3 പേപ്പർ മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴൊക്കെ ജസ്റ്റ് ആ പേപ്പർ എടുത്ത് ഒന്ന് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഈ കേസ് ലോസും കണ്ടന്റും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ നടത്തുക എന്നുള്ളതാണ്. അതിന് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഷോർട്ട് ട്രിക്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, വൺസ് പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കണ്ടന്റ്സ് ഒക്കെ പഠിച്ച് ഒരു രീതിയിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോർട്ട് ആണെങ്കിലും കോൺട്രാക്ട് ആണെങ്കിലും 5 ഇയറിന് കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ട്? കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ്, അതൊരു എസ് ആസ്പെക്റ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്തൊക്കെയാണ് ഒരു കോൺട്രാക്ടിന്റെ വാലിഡ് ആയിട്ടുള്ള എസെൻഷ്യൽസ്? വാലിഡ് എലമെന്റ്സ് ഏതൊക്കെയാണ്? പറയും. തെറ്റിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല, അറിയാവുന്നതൊക്കെ പറയും. വാലിഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കണം. ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കണം ഒരു എലമെന്റ് ആയി. മ്യൂച്വൽ കൺസെന്റ് വേണം. കൺസെന്റ് വേണം. പാർട്ടീസിന്റെ കൺസെന്റോട് കൂടി ആയിരിക്കണം. ഫ്രീ കൺസെന്റ് ആയിരിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? കൺസിഡറേഷൻ വേണം. ലോഫുൾ കൺസിഡറേഷൻ വേണം. ഓക്കെ, അടുത്തത് 3 എണ്ണമായി. പ്രായപരിധി എത്തണ്ട്. അറ്റൈനിങ് ദി മെജോറിറ്റി, 2 പാർട്ടിക്കും. പിന്നെ മെന്റലി ഇൻസൈൻ ആവാൻ പാടില്ല. ഇൻസൈൻ ആകാൻ പാടില്ല. ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാകാൻ പാടില്ല. ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ? ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് അറിയാവോ? കേട്ടില്ല, ഒന്നുകൂടെ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ? ക്രിമിനൽ പശ്ചാത്തലമല്ല, ഇംപ്രിസ്മെന്റ് കിട്ടിയ ആളുകൾ, ഇംപ്രിസ്മെന്റിലുള്ള ആളുകൾ, അവരെ ഓക്കെ. ജയിലിൽ പണിഷ്മെന്റ് നേരിടുന്ന ആളുകൾ ഓക്കെ. അതായത് കൺവിക്റ്റുകൾ.
കൺവിക്റ്റുകൾ. ഓക്കെ ഓക്കെ. അതെ. രണ്ടാമത്തത് ഇൻസെയിൻ ആയിട്ടുള്ള ആളുകൾ. ഇൻസെയിൻ വരുമോ? ഇൻസെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വേറെ കാറ്റഗറി പറഞ്ഞു. ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ കുറച്ച് പേരുണ്ട്. ഒന്ന് കൺവിക്റ്റ് ഉണ്ട്, വേറെ എന്തുണ്ട്? ശിവനന്ദിനി, സംഗീത്, ഏലിയൻ. ഏലിയൻ എനിമി. ഏലിയൻ എനിമി ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആണ്. ഏലിയൻ പിന്നെ എനിമി പറ്റില്ല. അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ അല്ല. അവര് കോൺട്രാക്ട് വാലിഡ് അല്ലാത്ത ആളുകളാണ്. ഡിസ്ക്വാളിഫൈഡ് ബൈ ലോന്റെ അകത്ത് അവര് വരില്ല. ഏലിയൻ എനിമി വരും, കൺവിക്റ്റ് വരും. പിന്നെ ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് വരും. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാപ്പരായ ആളുകൾ. ബാങ്ക്രപ്റ്റ് കയറി, കടം കയറി, തന്റെ ആസ്തിയേക്കാൾ കൂടുതൽ കടം ഒരാൾക്ക് വന്നാൽ അയാളെയാണ് ഇൻസോൾവെന്റ് എന്ന് വിളിക്കുക. ഇൻസോൾവെന്റും അതിന്റെ അകത്ത് വരുന്ന ആൾക്കാരാണ്. അതെ, 3 ഇനിയും 1-2 കൂടി ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 3 ഓർമ്മയുള്ളൂ. ഇനിയും കാണണം. 1-2 കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. പ്രായപൂർത്തിയായിരിക്കണം. അതെ, അറ്റൈനിങ് ദി മെജോറിറ്റി ഏജ് എത്തിയിരിക്കണം. ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സാകുമ്പോഴാണ് പ്രായപൂർത്തിയാവുന്നത്. 18 വയസ്സുണ്ടായിരിക്കണം. ഇൻസെയിൻ ആയിട്ടുള്ള ആളുകൾ, അൺസൗണ്ട് ആയിട്ടുള്ള ആളുകളാകാൻ പാടില്ല. ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആയിട്ടുള്ള ആളുകളാകാൻ പാടില്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 11 പറയുന്നുണ്ട്. ക്യാപ്പബിൾ ഓഫ് ബീങ് എൻട്രിങ് ടു കോൺട്രാക്ട്, ക്യാപ്പബിൾ ആയിരിക്കണം എന്നുള്ളത് ഇതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ്. ഓക്കെ, പിന്നെന്ത് വേണം? ഒരു വാലിഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് വേണ്ടേ കോൺട്രാക്ടിന്റെ അകത്ത്? ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫർ വേണ്ടേ? ഓഫർ വേണം. ഓഫറിന് കുറെ എലമെന്റ്സ് ഉണ്ട്. ഓഫർ, ക്രോസ് ഓഫർ വാലിഡ് ആണോ? അല്ല. കൗണ്ടർ ഓഫർ വാലിഡ് ആണോ? കൗണ്ടർ ഓഫറും വാലിഡ് അല്ല. വാലിഡ് അല്ല. ഇൻവിറ്റേഷൻ ടു ഓഫർ ആണോ? അല്ല, അത് ഓഫർ അല്ല. അപ്പൊ നമ്മൾ കടയിലൂടെയൊക്കെ പോകുമ്പോ കടയുടെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ടാവില്ലേ, 50% ഓഫർ, ഏതെടുത്താലും 50%. നമ്മൾ ചെന്നൊരു ബുക്ക് എടുക്കുമ്പോഴത്തേക്കും അവർ പറയും ഇതിലല്ല ഓഫർ, മറ്റേ സാധനത്തിന് ഓഫർ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ആളുകളെ പറ്റിക്കണം? ഇല്ല, അത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഓഫറിലോട്ടുള്ള ക്ഷണം മാത്രമാണ്, ഓഫർ അല്ല. ഓക്കെ, അപ്പോ അക്സെപ്റ്റൻസ്. ഓഫർ പറഞ്ഞ അക്സെപ്റ്റൻസ് വേണം. ഒരു വാലിഡ് ആയ കോൺട്രാക്ടിന് അടുത്തൊരു എലമെന്റ് ആണ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ അക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഒരുപാട് കണ്ടീഷൻസ് അക്സെപ്റ്റൻസി പറയുന്നുണ്ട്. പ്രോമിസറിന്റെ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുക, കുറച്ചുണ്ട്, മറന്നുപോയി, കറക്റ്റ് ഓർമ്മയില്ല. PDF-ന്റെ അകത്ത് ഉണ്ട് അതൊക്കെ. അക്സെപ്റ്റൻസ് വാലിഡ് ആവാൻ അവിടെ നിങ്ങൾ ഒരു കേസ് പഠിച്ച ഓർമ്മയുണ്ടോ? ബൾഫർ വേഴ്സസ് ബൾഫർ എന്ന് പറഞ്ഞ കേസ് പഠിച്ചിട്ടുണ്ടോ ഓഫറിന്റെ ചാപ്റ്ററിൽ? ഭാര്യയും ഭർത്താവിന്റെ അല്ലേ? അത് തന്നെ, ഭാര്യയും ഭർത്താവിന്റെ. സിലോണില് ടൂറ് പോയി അവസാനം ഒരു ഓഫർ ഒക്കെ ചെയ്യുന്നത്. അതെ, നിങ്ങള് അത് ഡൊമസ്റ്റിക് ഓഫർ ആയതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. അതെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചെയ്യുന്നതിലൊന്നും എന്തില്ല, ലീഗൽ ക്രിയേഷൻ, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഇൻവാലിഡ് ഓഫർ ആണ്. അതേപോലെ നിങ്ങള് ഒരു കേസ് ഓർമ്മയുണ്ടോ? അതായത് ഒരു കുതിരയുടെ കേസ്. ആ കേസിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു അമ്മാവൻ മകന് കുതിര വിൽക്കണ കേസ്, ലെറ്റർ എഴുതിയിട്ട് ഒരു ലെറ്റർ എഴുതും. എന്നിട്ട് പറയും ഇതിന് എനിക്ക് റിപ്ലൈ തന്നില്ലെങ്കിൽ ഈ കുതിര എന്റേതാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യും. മിയർ സൈലൻസ് വിൽ നോട്ട് എമൗണ്ടിങ് ടു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കേസാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ കേസ് ഏതാണെന്ന്? അതായത് മൗനം സമ്മതം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. പക്ഷെ ഒരു കോൺട്രാക്റ്റിൽ മൗനം സമ്മതമാണോ? മൗനത്തെ സമ്മതമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് പറയുന്ന ഒരു കേസ് ഉണ്ട്. ആ കേസിന്റെ പേര് അതൊക്കെ നോട്ടിലുണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പേരൊന്നും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അത് നോക്കാം. പിന്നെ അടുത്ത മൊഡ്യൂളിലോട്ട് വരുമ്പോൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എങ്ങനെയാണ് ഡിസ്ചാർജ് ആവുന്നത്? പല രീതിയിലും ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആവാം. ബ്രീച്ചിലൂടെ ഡിസ്ചാർജ് ആവാം, ബൈ ആക്ച്വൽ പെർഫോമൻസിലൂടെ ഡിസ്ചാർജ് ആകാം, അല്ലെങ്കിൽ ബൈ ഇമ്പോസിബിലിറ്റിയിലൂടെ ഡിസ്ചാർജ് ആകാം, അല്ലെങ്കിൽ ബൈ നൊവേഷനിലൂടെ ഡിസ്ചാർജ് ആകാം, അല്ലെങ്കിൽ റെമിഷനിലൂടെ ഡിസ്ചാർജ് ആകാം. അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. നൊവേഷനും റെമിഷൻ എന്താണെന്നൊക്കെ അറിയാവോ? ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. നൊവേഷൻ എന്താണ്? റെമിഷൻ എന്താണ്? വെയ്ജറിംഗ് അഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ആണോ? വെയ്ജറിംഗ് അഗ്രിമെന്റ് അല്ല. കാരണം എന്താ? വെയ്ജറിംഗ് എന്ന് പറഞ്ഞാൽ ബെറ്റ് വെക്കുക, അതൊരു കോൺട്രാക്ട് അല്ല. എന്നാൽ കണ്ടിജന്റ് കോൺട്രാക്ട് ആണോ?
കോൺട്രാക്ട് ആയിട്ട് ചില സമയത്ത് പരിഗണിക്കും. കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. വേജറിംഗ് കോൺട്രാക്ട് ആ അല്ല, കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. ആ എക്സാംസിന് അതെ അതെ ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വേജറിംഗ് ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്, രണ്ടും തമ്മിൽ ഡിഫറൻസ് കൊടുക്കാൻ പറയും. സെക്ഷൻ 29, 30 രണ്ട് സെക്ഷനിലായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോ അതൊക്കെ നോക്കുക, എസെൻഷ്യൽ എലമെന്റ്സ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കൺസിഡറേഷന്റെ എലമെന്റ്സ് പഠിക്കാനുണ്ടാവും. കൺസിഡറേഷൻ, പിന്നെ അതേപോലെ തന്നെ കൺസിഡറേഷന്റെ അകത്ത് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിച്ചിട്ടുണ്ടോ? പ്രിവിറ്റി, ട്വീഡൽ വേഴ്സസ് അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ കേസ്. അതെ, കോൺട്രാക്ടിന്റെ അകത്ത് ഒരു തേർഡ് പേഴ്സൺ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല പറ്റില്ല. അതിന് ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. തേർഡ് പേഴ്സണ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റൂല. ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസിന് മാത്രമേ പരസ്പരം സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റൂ. മൂന്നാമതൊരാൾക്ക് കയറി സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ടോപ്പിക്കിനാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ അത് വാലിഡ് ആവില്ല. ഈ ഒരു കേസ് ഇൻവോൾവ് ആയത് തന്നെ ട്വീഡൽ വേഴ്സസ് അറ്റ്കിൻസൺ എന്ന് പറഞ്ഞ ഒരു കേസിലൂടെയാണ്. ഒരു മണവാളനും മണവാട്ടിയുടെയും അച്ഛന്മാര് പരസ്പരം കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ. അപ്പോ അത് നോക്കി വെക്കുക. അപ്പൊ ആകെ മൊത്തം പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് റിലീഫ് ആക്ടിന്റെ റെമഡീസ് പഠിക്കാനുണ്ടാവും. ഒരു കോൺട്രാക്ട് ബ്രീച്ച് ചെയ്താൽ ഏതൊക്കെ രീതിയിലുള്ള റെമഡീസ് അവൈലബിൾ ആക്കാൻ പറ്റും, ഡാമേജസ് എന്നാൽ എന്താണ്. ഹാർട്ട്ലി വേഴ്സസ് ബാക്സെൻഡെയിൽ എന്ന് പറഞ്ഞ കേസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഒരു ക്രാക്ക് ഷാഫ്റ്റിന്റെ കേസ്. ഒരു മില്ല് പൊടിക്കുന്ന മില്ലല്ലേ? പൊടിക്കണ മില്ല് നന്നാക്കാൻ കൊടുത്തു വിട്ട് തൊഴിലാളി ആ കൊണ്ടുവരുമ്പോ വൈകി പോകും. അപ്പോ അതെ തൊഴിലാളിയുടെ അടുത്ത് മുതലാളി പറയും എനിക്കുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും കോമ്പൻസേഷൻ തരണം എന്ന് പറയും. അപ്പൊ കോടതി പറയും ആ അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡാമേജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജനറലി ഉണ്ടായിട്ടുള്ള നഷ്ടം അതെന്താണോ അത് കൊടുത്താൽ മതി. അപ്പൊ സ്പെഷ്യൽ ഡാമേജസ് എവിടേക്ക് അപ്ലിക്കബിൾ ആകും എന്ന് പറയുന്ന ഒരു കേസാണ്. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലും കൂടി വരുന്ന ഒരു കേസാണ്. റിമോട്ട്നെസ് ഓഫ് ഡാമേജ് ആ കോൺട്രാക്റ്റിലും പഠിക്കാനുണ്ട്, ടോർട്ടിലും പഠിക്കാനുണ്ട്. വാഗൺ മൗണ്ട് കേസ് കേട്ടിട്ടുണ്ടോ? വാഗൺ മൗണ്ട് കേസ് ടോർട്ടിൽ പഠിക്കാനുണ്ട്. വാഗൺ മൗണ്ട് കേസ് റിമോട്ട്നെസ് ഓഫ് ഡാമേജിന്റെ കേസാണ്. നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്, ആ ഒരു മാക്സിം കേട്ടിട്ടുണ്ടോ? നോവസ് ആക്ടസ്. ഞാനിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇപ്പൊ ഈ സെഷനിൽ പറയുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്. നമ്മൾ ട്യൂഷന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഉണ്ടാവില്ല, അത് നമ്മൾ വേറെ സൈറ്റ് വഴി ട്യൂഷനിലുള്ള ആളുകൾക്ക് മാത്രം ആക്സസ് കൊടുക്കുന്ന ക്ലാസ് ആയിരിക്കും. ഇതിപ്പോ ജനറലി ഉള്ള ക്ലാസ് ആയതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് കേൾക്കാം. ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ എഴുതിയെടുക്കുക. നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഇന്റർവൈനിങ് ആക്ട് ഓഫ് തേർഡ് പേഴ്സൺ കേട്ടിട്ടില്ലേ? ഒരാൾ ഒരു കാര്യം ചെയ്തു, അതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവുന്നതിന് മുന്നേ ഒരു തേർഡ് പേഴ്സൺ വന്ന് അവിടെ എന്തെങ്കിലും കൈകടത്തലുകൾ നടത്തി എന്നിട്ടാണ് കോൺസിക്വൻസസ് ഉണ്ടായതെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വിൽ നോട്ട് ബി ലയബിൾ. ഇടയിൽ വന്നിട്ടുള്ള ആളായിരിക്കും അവിടുത്തെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരിക. ഇത് ഞങ്ങൾ അതായത് ടോർട്ടിൽ മാം പഠിപ്പിച്ചു തന്നുണ്ട്. ടോർട്ടിൽ. ടോർട്ടിലാണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയാ പറയുന്നത്. ടോർട്ടിലാണ് കേട്ടോ, ഇത് ഓക്കെ കോൺട്രാക്റ്റിലല്ല. ഓക്കെ. യെസ്, ടോർട്ടിലാണത്. അതെ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡബിൾ ജിയോപാഡി ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? നോ പേഴ്സൺ ഷുഡ് ബി നോ പേഴ്സൺ ഷാൾ ബി പണിഷ്ഡ് ആൻഡ് പ്രോസിക്യൂട്ടഡ് ഫോർ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ചെയ്യാൻ പാടില്ല. ഏത് ആർട്ടിക്കിളിൽ ഏത് ക്ലോസിലാണ് അതിനെപ്പറ്റി പറയുന്നത്? പറയാൻ പറ്റുമോ? ആർട്ടിക്കിൾ 20 ക്ലോസ് 2. ആർട്ടിക്കിൾ 20 ക്ലോസ് 2ലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്തൊക്കെ ചോദിക്കാം? എസ്എ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. ആർട്ടിക്കിൾ 21 ചോദിക്കാം. ആർട്ടിക്കിൾ 32 PIL-ഉം ലോക്കൽ സ്റ്റാൻഡും ഹേബിയസ് കോർപ്പസും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചോദിക്കാം. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുടെ ആർട്ടിക്കിൾ, ഇന്റലിജിബിൾ ഡിഫറൻഷ്യ, റീസണബിൾ നെക്സസ്, റൂൾ ഓഫ് ലോ, അതൊക്കെ ചോദിക്കാം. ആർട്ടിക്കിൾ 19ന്റെ അകത്ത് ഒരുപാട് ക്ലോസസ് ഉണ്ട്, അത് ചോദിക്കാം. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്. ഫാമിലിയിലൂടെ മാറ്റേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ 3 ഇയറും 5 ഇയറും കൂടി ഉള്ളതാണല്ലോ. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഫാമിലിയിലൂടെ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞ ടോപ്പിക് ആർട്ടിക്കിൾ 12, 14, 21, 19, പിന്നെ ഫ്രീഡം ഓഫ് റിലീജിയന്റെ ആ ഒരു ഭാഗം 25 to 28, അതും ആർട്ടിക്കിൾ 32 DPSP. ഇതൊക്കെയാണ് ഒരു എസ്എ ആസ്പെക്റ്റിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇതിന്റെ അകത്ത് തന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻ വരാം. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾ 20 എക്സ്പോസ്റ്റ് ഫാക്ടോലോ,
സെൽഫ് ഇൻക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്, ഡബിൾ ജിയോപാഡിക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്, പിന്നെ ഇന്റലിജിബിൾ ഡിഫറൻഷ്യ, റീസണബിൾ ക്ലാസിഫിക്കേഷൻ, റീസണബിൾ റെസ്ട്രിക്ഷൻ, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്പെക്ട് ചോദിക്കാം. റീസണബിൾ റെസ്ട്രിക്ഷൻ എവിടെയാണ് പറയുന്നതെന്ന് അറിയാവോ? 19 ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 ക്ലോസ് 2 മുതൽ ക്ലോസ് 6 വരെയുള്ള ക്ലോസസിലാണ് റെസ്ട്രിക്ഷൻസ് പറയുന്നത്. അതായത് അവിടെ ഒരുപാട് ഫ്രീഡങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1, യെസ്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റ് ഉണ്ട്. 19 ക്ലോസ് 1 സബ് ക്ലോസ് ബിയുടെ അകത്ത് പറയുന്നത് ഫ്രീഡം ഓഫ് അസംബിൾ വിത്തൗട്ട് എനി ആംസ് റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ഇ പറയുന്നത് ഫ്രീഡം ടു ഫോം അസംബ്ലി, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ ബി സി ഡി, ഡിയിൽ പറയുന്നത് ടു ട്രാവൽ. അടുത്തത് ഇയിൽ പറയുന്നത് ടു റിസൈഡ്. പിന്നെ എഫിൽ എന്താ പറയുന്നത്? പ്രൊഫഷൻ. ഓക്കെ, പക്ഷെ അത് എഫിലല്ല, പ്രൊഫഷൻ ജിയിലാണ് പറയുന്നത്. ഈ കഴിഞ്ഞിട്ട് എഫ് വിട്ടിട്ട് ജി. അപ്പൊ എഫ് എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? എഫ് കളഞ്ഞു, എഫ് ഒമിറ്റ് ചെയ്തു. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ പറ്റി പറയുന്ന ഭാഗമായിരുന്നു എഫ്, അത് ഒമിറ്റ് ചെയ്ത് കളയുകയുണ്ടായി. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക്. ലീഗൽ റൈറ്റ് മാത്രമായി. അതെ, അതൊരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, വെറും ലീഗൽ റൈറ്റ് മാത്രമാവുകയുണ്ടായി. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലോ പേപ്പേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിന്റെ അത് പറയാനുള്ളത്. പിന്നെ എങ്ങനെയാണ് ലീഗൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? നിങ്ങൾ വീഡിയോസ് കണ്ടവരുണ്ടോ? ഞാൻ ഇന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്? കണ്ടായിരുന്നോ? അതെ, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലാസ്സിന് ശേഷം ആ വീഡിയോ അയക്കാം. നിങ്ങൾ ആ ക്ലാസ് തന്നെ കാണുക. അതിൻ്റെ അകത്ത് നല്ല രീതിക്ക് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഫാക്ട് എഴുതണം, അതിനുശേഷം ഇഷ്യൂ എഴുതണം, അതിനുശേഷം ലീഗൽ പ്രൊവിഷൻ, ലീഗൽ റീസണിങ്, പിന്നെ ജഡ്ജ്മെന്റ്. ആ ഫോർമാറ്റ് കണ്ടവരിൽ മനസ്സിലായിട്ടുള്ളവരൊന്ന് തംസപ്പെടൂ. കണ്ടു, എനിക്ക് ഓക്കെ ആയി, അത് കണ്ടപ്പോൾ ഏകദേശം നല്ല മനസ്സിലായിട്ടുണ്ട് പ്രോബ്ലം സോൾവിങ്ങിന്റെ മെത്തേഡ്സ് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തംസപ്പെടൂ. യെസ്, അതെ, FIRAC, അതൊരു ഓർമ്മ നിൽക്കാൻ വേണ്ടി ഒരു കോഡായിട്ട് കൊടുത്തതാണ്. മനസ്സിലായിട്ടുണ്ട്? എളുപ്പമില്ല, അത് ഓർത്ത് വെച്ചാൽ മതി ആ ഒരു കോഡ്. അതെ, റൂള്, ആപ്ലിക്കേഷൻ, ജഡ്ജ്മെന്റ്. റൂൾ ആപ്ലിക്കേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻ, ലീഗൽ അനാലിസിസ് എന്നും എഴുതാം. അങ്ങനെ എഴുതുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. റൂൾ ആപ്ലിക്കേഷൻ എന്നതിനേക്കാൾ ലീഗൽ അനലൈസിങ്, ലീഗൽ പ്രൊവിഷന് ലീഗൽ അനലൈസിങ് അല്ലെങ്കിൽ ലീഗൽ റീസണിങ്, അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു തീർക്കുക. പിന്നെ ഇതൊക്കെയാണ് പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രോബ്ലം സോൾവിങ് പ്രത്യേകം ഇവിടെ പറയുന്നില്ല. ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. പിന്നെ ലീഗൽ ലാംഗ്വേജിന്റെ പോർഷൻസ് ഇല്ലേ നിങ്ങൾക്ക്? ലീഗൽ ലാംഗ്വേജിൽ ഈ സോഴ്സസ് ഓഫ് ലോ, സ്റ്റാറ്റ്യൂട്ട്, അതൊക്കെ ഉള്ളതല്ലേ? റൂൾ ഓഫ് ലോ, അക്വിസിറ്റോറിയൽ ആൻഡ് ഇൻക്വിസിറ്റോറിയൽ, അതിന്റെയൊക്കെ ക്ലാസ് നമ്മൾ ട്യൂഷനിലുള്ളവർക്ക് ലീഗൽ ലാംഗ്വേജിന്റെ ക്ലാസ്സസ് ഫ്രീ ആണ്. അതായത് ലീഗൽ ലാംഗ്വേജ് നമ്മൾ ലോ ട്യൂഷൻ എടുക്കുന്നില്ല. നമ്മൾ 5 ഇയറിന് 2 ലോ പേപ്പേഴ്സിനും 3 ഇയറിന് 5 ലോ പേപ്പേഴ്സിനാണ് ട്യൂഷൻ എടുക്കുന്നത്. അതായത് ടോർട്ട്, കോൺട്രാക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ലോ, ക്രിമിനൽ ലോ 1. പിന്നെ ലീഗൽ ലാംഗ്വേജ് ഫ്രീ ആയിരിക്കും. അത് മൊത്തത്തിൽ പഠിപ്പിക്കുന്നല്ല, ഏകദേശം പറ്റുന്ന അത്രയും നോട്ട്സും തന്ന് നിങ്ങൾക്ക് ആവറേജ് മനസ്സിലാക്കി തരും. അതിന് ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ട്യൂഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ്, 5 പേപ്പേഴ്സിന് എടുക്കാറുള്ളൂ 3 ഇയറിന്, 5 ഇയറിന് 2 ലോ പേപ്പറിന്. അപ്പൊ ലീഗൽ ലാംഗ്വേജിന്റെ ക്ലാസ്സുകൾ കുറച്ച് യൂട്യൂബിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ലീഗൽ പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഐഡിയ കിട്ടും. എങ്ങനെയാണ് എസ്സേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്? പോയിന്റ് ഇട്ട് എഴുതിയാൽ മതിയോ? പോയിന്റ് ഇട്ടാണോ എഴുതേണ്ടത്, അതോ ഇലാബറേറ്റ് ചെയ്ത് എഴുതണോ? എങ്ങനെയാണ് കുറച്ചുകൂടി നല്ലത്? പോയിന്റ് ഇട്ട് എഴുതലല്ല കേട്ടോ. നിങ്ങളിപ്പോ പഠിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം ആണ്. എപ്പോഴും ഇലാബറേറ്റ് എഴുതുകയാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എസെൻഷ്യൽസ് ഓഫ് എ ടോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പോയിന്റ് ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ടോർട്ട് ഇസ് എ ഡാഷ് ഡാഷ് ഡാഷ്, അതിന്റെ ഡെഫിനേഷൻ കൊടുക്കുക. there are 3 essential elements, അത് ഇന്നതാണെന്ന് കൊടുക്കുക. ഇഞ്ചൂറിയ സൈനി ഡാംനം, അടുത്ത പോയിന്റിൽ ഇട്ടിട്ട് ഇഞ്ചൂറിയ സൈനി ഡാംനം മീൻസ് ദിസ്, ഡാംനോ സൈനി ഇഞ്ചൂറിയ മീൻസ് ദിസ്, കേസ് ഓഫ് ഇഞ്ചൂറിയ സൈനി ഡാംനം ദിസ്, കേസ് ഓഫ് ഡാംനോ സൈനി ഇഞ്ചൂറിയ ദിസ്, കൺക്ലൂഷൻ. ഇങ്ങനെ എഴുതിയാൽ
ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാ കണ്ടന്റും നിങ്ങൾ എഴുതിയാൽ പോലും ഒരു 10 മാർക്കിൽ ടീച്ചറിന് നിങ്ങൾക്ക് ഒരു 5-6 മാർക്ക് ഇട്ടാലേ പറ്റുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ? ആ അതാണ് എസ്എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എപ്പോഴും ഇലാബറേറ്റ് ചെയ്ത് പോയിന്റ് ഇല്ലാതെ വിശദീകരിച്ച് വലിച്ചു നീട്ടി എഴുതാൻ ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും ഒരു പാരഗ്രാഫ് മോഡലായിട്ട് എഴുതുക. ദിസ് റൂൾ വാസ് അപ്ലൈഡ് ഇൻ ദിസ് കേസ്. ഇപ്പോ ഇഞ്ചുറിയസ് സൈനി ഡാംനത്തിന്റെ കേസ് എന്ന് പറയുന്നതിന് അങ്ങനെ എഴുതാതെ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇഞ്ചുറിയസ് സൈനി ഡാംനം വാസ് അപ്ലൈഡ് ഇൻ ദി ഫേമസ് കേസ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. In that case, Mr. Ashby was denied his right to vote, which is his constitutional right. Subsequently, he approached the court. Then the court held that here is the clear example of this. The case is the clear example of injurious sine damnum. That means he has no any monetary loss. എന്നിരുന്നാൽ തന്നെയും ഹവർ ഹി ഹാസ് സർട്ടൈൻ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ, മോണിറ്ററി ആയിട്ടുള്ള ലോസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഞ്ചൂറിയ സൈനി ഡാംനോ. അതായത് ഡാമേജ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഇഞ്ചൂറിയ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസ് കോടതി കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്ത് വിശദീകരിച്ച് എഴുതാൻ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. പോയിന്റ് ഇട്ട് എഴുതാതെ നിങ്ങൾ +2 +1 വരെ ഇങ്ങനെ ആയിരിക്കും എഴുതിയേക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പോയിന്റ് ഇട്ട് എഴുതാതെ ഇലാബറേറ്റ് ചെയ്ത് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് വിശദീകരിച്ച് വലിച്ചു നീട്ടി എഴുതുക. ട്യൂഷന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തതാണ്. നമ്മളെ ട്യൂഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയാം. ഞാനൊരു വോയിസ് ആയിട്ട് രണ്ടാമതും ഒരു ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഒരു സെക്കൻഡ് കേട്ടോ, പേജ് പോയില്ലേ. ട്യൂഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത്, നമ്മൾ ലോ പേപ്പേഴ്സ്, ഒരു ലോ പേപ്പറിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 500 rupees ആണ്. ഒരു ലോ പേപ്പർ, അത് എൻറ്റയർ സിലബസ് തുടക്കം മുതൽ അവസാനം വരെയുള്ള സിലബസ് വിത്ത് നോട്ട് വിത്ത് റെക്കോർഡഡ് ക്ലാസ്സസ്. ഒരു ക്ലാസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റെക്കോർഡഡ് വഴി കേട്ടെടുക്കാൻ പറ്റും. 3 months നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും അത് കേട്ടെടുക്കാൻ പറ്റും. നിങ്ങളുടെ എക്സാം കഴിയുന്നവരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ക്ലാസ്സുകൾ നമ്മൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ വരുന്ന വീക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ വിത്തിൻ 3 week അല്ലെങ്കിൽ 2 or 3 weekന്റെ അകത്ത് നമ്മൾ എല്ലാ ടോപ്പിക്കും എടുത്ത് തീർക്കും. 5 yearനാണെങ്കിൽ വിത്തിൻ 1 week നിങ്ങളുടെ ടോപ്പിക്സ് കഴിയും. 3 yearൻ്റെത് 2.5 weekനുള്ളിൽ തീരും. ഒരു ടോപ്പിക്, ഒരു സബ്ജക്ട് നമ്മൾ 4 ദിവസം കൊണ്ട് പഠിപ്പിക്കും. അതെങ്ങനെ 4 ദിവസം കൊണ്ട് തീർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 2 സെഷൻസ് വെക്കും. രാവിലെയും വൈകുന്നേരവും ക്ലാസ് വെക്കും. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. ആ ഒരു ദിവസം കൊണ്ട് ഒരു മൊഡ്യൂൾ ഫുള്ളായിട്ട് നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ആ ക്ലാസ് മറ്റ് ജോലികൾ കൊണ്ട് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സമയം അനുസരിച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം അനുസരിച്ച് നിങ്ങൾക്ക് അത് കേൾക്കാം, അത് റിക്കവർ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്യൂഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫാമിലി ലോ, അതേപോലെ ക്രിമിനൽ ലോ 1, കോൺസ്റ്റിറ്റ്യൂഷൻ, ടോർട്ട്, കോൺട്രാക്ട്, ഇത്ര പേപ്പേഴ്സിനായിരിക്കും ട്യൂഷൻ ഉണ്ടാവുക. ഇത് എടുക്കുന്ന ആളുകൾക്ക് ലീഗൽ ലാംഗ്വേജും കൂടി ഫ്രീ ആയിരിക്കും. അത് മൊത്തത്തിലല്ല, ഏകദേശം അത് ഫ്രീ ആണ്, ഫീസ് ഒന്നും ഇല്ല. എന്നിരുന്നാലും പറ്റുന്നിടത്തോളം ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ് അതിൽ നിന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ആകെ മൊത്തം പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എക്സാം റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടോ? ഏതെങ്കിലും സംശയമോ ഏതെങ്കിലും പോർഷൻസോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ആർട്ടിക്കിളും സെക്ഷൻസ് ഒക്കെ ഓർമ്മയിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു സൂത്രപ്പണി ഉണ്ടോ? The right answer is repetition. റിപ്പീറ്റേഷൻ ആണ് ഏറ്റവും വേണ്ടത് ആർട്ടിക്കിൾസ് ഒക്കെ. ഇപ്പോ ശരിയാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 10 എന്താണ്, ആർട്ടിക്കിൾ 12 എന്താണ്, 13 എന്താണ്. ഞാനിങ്ങനെ സ്പീഡ് പറയും. ആർട്ടിക്കിൾ 12 കേൾക്കുന്നില്ലേ? ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് ഡെഫിനിഷൻ, ആർട്ടിക്കിൾ 13 ലോയിന്റെ ഡെഫിനിഷൻ, ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ പാടില്ല, ആർട്ടിക്കിൾ 16 എംപ്ലോയ്മെന്റിന്റെ വിഷയം, ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ, ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 20 ഡബിൾ ജിയോപാർഡി, എക്സ് പോസ്റ്റ് ഫാക്ടോലോ. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താ അറിയോ, ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പഠിപ്പിക്കണോണ്ടാണ്. ഇത് നിങ്ങൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം. ചെയ്ത് അങ്ങനെ ശരിയാവലാണ്. ഇപ്പൊ ടോർട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന് സെക്ഷനും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ടോർട്ട് കോഡിഫൈഡ് ലോ അല്ലാത്തത് കൊണ്ട് സെക്ഷനും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ടോർട്ടിൽ. പിന്നെ ആകെ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് കോൺട്രാക്റ്റിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഫാമിലി ലോയിലും പിന്നെ ഇവിടെ ക്രൈമിലും, ഇവിടെയൊക്കെയാണ് സെക്ഷൻസ് പഠിക്കാനുള്ളത്. ക്രൈം നിങ്ങൾ IPC ആണോ BNS ആണോ പഠിപ്പിക്കുന്നത്? IPC ആണ്.
നിങ്ങൾക്ക് എക്സാമിന് IPC അല്ലേ എഴുതേണ്ടത്? BNS മെൻഷൻ ചെയ്യണമെന്നുണ്ട്. രണ്ടും കൂടി പഠിക്കണം. കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടും അത് മെൻഷൻ ചെയ്യണം തോന്നുന്നുണ്ട്. പക്ഷേ സിലബസിനകത്ത് എന്തായാലും ഒരെണ്ണേ കാണുള്ളൂ. നമുക്കത് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പഠിപ്പിക്കാറുണ്ട്. IPC പഠിപ്പിക്കും, BNS പഠിപ്പിക്കും. ഇപ്പൊ MG യൂണിവേഴ്സിറ്റി ഇത്തവണ പഠിപ്പിച്ച BNS ആണ്. ഇതിന് തൊട്ട് മുന്നേ കേരള യൂണിവേഴ്സിറ്റി IPC പഠിപ്പിച്ചിട്ടാണ് MGA BNS എടുത്തത്. എനിക്ക് രണ്ടും പഠിപ്പിക്കാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുമോ രണ്ടും കൂടി പഠിപ്പിച്ചാല്? ഏതെങ്കിലും ഒരെണ്ണം കോൺസെൻട്രേറ്റ്, എക്സാം അല്ലേ, രണ്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് IPC എടുക്കാൻ പറ്റും. അതെ, അല്ലെങ്കിൽ പ്രശ്നം പറ്റുന്ന ഇപ്പൊ മെർഡറിന്റെ ആണെങ്കിൽ IPCയിൽ 302 ഇവിടെ 103 BNSൽ 302 103 ഫുൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ എല്ലാ സെക്ഷനും ഇങ്ങനെ മാറിപ്പോ. അപ്പൊ നമുക്ക് തൽക്കാലം IPC പഠിക്കാം. യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ IPC ആണെന്നുണ്ടെങ്കിൽ IPC പഠിക്കാം. അങ്ങനെ ക്ലിയർ ആക്കാം. യെസ്. അപ്പോ നിങ്ങൾ സിലബസ് 5 ഇയറിന്റെ എനിക്കൊരു കുട്ടി അയച്ചു തന്നിട്ടുണ്ട്, 3 ഇയറിന്റെതും കൂടി. ഹലോ, പറയൂ. ഓരോ പാർട്ടിനും ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എത്ര പേപ്പർ വേണം, അങ്ങനെ ഉണ്ടോ? ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേപ്പേഴ്സിന്റെ വലിപ്പമല്ല, ഇപ്പൊ നമ്മളെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഡിപ്പെൻസ് കൊണ്ടിരിക്കുമല്ലോ. നല്ല വലിപ്പ കൈയക്ഷരമുള്ള നല്ല ഉണ്ട പോലെ എഴുതുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മാറ്റർ തന്നെ 3-4 പേജിലോട്ട് വലിച്ചു കിട്ടാൻ പറ്റും. മെയിൻ ആയിട്ട് കണ്ടൻസിനാണ്. പേപ്പറിന് വാല്യൂ ഇതില്ല എന്നല്ല, പേപ്പേഴ്സ് വേണം. എന്നിരുന്നാൽ തന്നെയും ഞാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ അത് അടുത്തത് വോയിസ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത്. എസ് ഒക്കെ എഴുതുമ്പോൾ ഏറ്റവും വലിയ എസ് ഇല്ലേ, അതൊരു 8-9 പേജിന്റെ അപ്പുറത്തോട്ട് എഴുതാൻ ശ്രദ്ധിക്കാം. 8-9 അപ്പുറത്തോട്ട് എസ് എ ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ എസ് എന്ന് പറയുമ്പോൾ 8 പേപ്പർ 8ന്റെ അപ്പുറത്തോട്ട് എഴുതാൻ നോക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു 5-6 പേജ് എത്തുമ്പോൾ നമ്മളെ കണ്ടന്റ് തീർന്നു പോകും. എങ്കിലും സാരമൊന്നുമില്ല, ഒരു 7-8 എത്തിക്കാൻ നോക്കുക. ഏറ്റവും കുറഞ്ഞതാണ് ട്ടാ, കൂടിയത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതി പോവാം. പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ്റെ അകത്ത് പേപ്പറിലൊന്നും അല്ല കാര്യം, പ്രോബ്ലത്തിന്റെ അകത്ത് ആ ഫോർമാറ്റും കണ്ടന്റിലുമാണ് കാര്യം. നിങ്ങൾ 2 പേജ് എഴുതിയിട്ടുള്ളൂ, പക്ഷെ കറക്റ്റ് ലീഗൽ പ്രൊവിഷനും കറക്റ്റ് ആപ്ലിക്കേഷനും കറക്റ്റ് ഫാക്റ്റും കറക്റ്റ് ഡിസിഷനും എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. പേപ്പറിലല്ല കാര്യം, കണ്ടന്റിലാ കാര്യം. ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ക്വസ്റ്റിന്റെ അകത്ത് ഉദാഹരണത്തിന് ഡീഫമേഷൻ എന്നാൽ എന്താണെന്നാണ് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെങ്കിൽ, ഡീഫമേഷൻ ഇതൊരു തരത്തിലുള്ള ട്രസ്പാസ് ആണ്. ട്രസ്പാസ് ടു റെപ്യൂട്ടേഷൻ ആണ് ഡീഫമേഷൻ. ഡിഫമേഷന് ഇത്ര എലമെന്റ്സ് ഉണ്ട്, ഡിഫമേഷൻ ഉണ്ടെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത്ര എലമെന്റ്സ് ഉണ്ട്. ഡിഫമേഷന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 2 ആയിട്ട് തിരിയും. ഏതൊക്കെയാണ് ഡിഫമേഷന്റെ 2 ക്ലാസിഫിക്കേഷൻ? ലിബലും സ്ലാൻഡറും. ഒന്ന് പെർമനന്റ് ഫോമും രണ്ടാമത്തത് പെർമനന്റ് അല്ലാത്ത ഫോമും. പിന്നെ അതിന്റെ അകത്ത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് എക്സാമ്പിൾ എഴുതി ഒരു കേസിലോ എഴുതിയാൽ തീർന്നു. ഇത്രയും മതി ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫുൾ മാർക്ക് ആയി നിങ്ങൾക്ക്. അത്യാവശ്യം ഫുൾ ഇട്ട് തരില്ല എങ്ങനെ വന്നാലും എന്തിനാ ഒരു 1/2 മാർക്ക് കുറച്ചിട്ടുള്ള ബാക്കി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത്രയൊക്കെ എഴുതണം. പ്രൊവിഷൻ എഴുതണം. പിന്നെ ഇതിപ്പോ ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് IPCയിലാണ് ചോദിക്കുന്നതെങ്കിൽ IPCയിൽ സെക്ഷൻ 499 ഡിഫമേഷനെ പറ്റി പറയുന്നത്. സെക്ഷൻ എഴുതണം, പിന്നെ പ്രൊവിഷൻ എഴുതണം, പിന്നെ അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ വെച്ച് എക്സാമ്പിൾ എഴുതണം. പറ്റുമെങ്കിൽ കേസ് ലോയും കൂടി മെൻഷൻ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ വേണം ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോ ഈ ഫോർമാറ്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. കോൺട്രാക്റ്റിൽ എഴുതുമ്പോഴും ഈ പറയപ്പെട്ടുള്ള ടോർട്ടിലും കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ പറയപ്പെട്ടുള്ള കോൺട്രാക്ട് ഫോർമാറ്റ് ശരിയാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടംപോലെ കേസ് ലോസ് ഉണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 12 ഒരു 10 കേസ് ഉണ്ടാവും, 13 ഒരു 5-6 കേസ് ഉണ്ടാവും, 14 ഒരു 10 കേസ് ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടംപോലെ കേസ് നമുക്ക് പഠിക്കാനുണ്ട്. ടോർട്ടില് കേസ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഒട്ടില്ല. കോൺട്രാക്റ്റിലും കേസ് ഉണ്ട്, എന്നാൽ അത്ര കൂടുതലൊന്നും ഇല്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നല്ലൊരു കേസ് ഉണ്ട്, ഒരു മൊത്തം 40 കേസെങ്കിലും പഠിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് അത് പാടായിട്ട് തോന്നിക്കൂല, അത് എളുപ്പത്തിൽ നമുക്കത് അങ്ങനെ പഠിച്ചെടുക്കാം. ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആവർത്തനത്തിലൂടെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. 1 മാസം ടൈം ഉണ്ടല്ലോ, അതോർത്ത് വെറി ആകണ്ട, നമുക്കത് കവർ ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഹിയർ വി കൺക്ലൂഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.